നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ടാണോ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്? സമാധാനമായിട്ടാണോ ഉറങ്ങാൻ പറ്റുന്നത്? ഇനി അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാനൊരു സ്റ്റോറി പറയാം, ഒന്ന് കേട്ടു നോക്ക്. പണ്ട് പണ്ട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ 23 വയസ്സ് പ്രായമുള്ള മാർക്കോ എന്ന് പറഞ്ഞൊരു പയ്യൻ താമസിച്ചിരുന്നു. അവൻ എപ്പോഴും റെസ്ലെസ് ആയിരുന്നു. അവൻ്റെ മനസ്സിൽ ദിവസം മുഴുവനും പല പല ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അവൻ എന്നും അവൻ്റെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നു. ഇതുകൊണ്ട് അവനൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാനോ ഒന്ന് ചിരിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അറിഞ്ഞു അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനുണ്ടെന്നും അദ്ദേഹം സിറ്റിയിലെ ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ആണെന്നും. ആ അപ്പൂപ്പൻ ഒരുപാട് പേർക്ക് എങ്ങനെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അവൻ അറിഞ്ഞു. ഇതറിഞ്ഞ മാർക്കോ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ കാണാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. ആ ഡോക്ടർക്ക് മാർക്കോയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് മാർക്കോ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തെ യാത്രകൾക്ക് ശേഷം വളരെ ക്ഷീണിതനായിട്ട് അവൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ ഒരു വീടാണ് അവൻ കണ്ടത്. ആ വീടിന്റെ മുൻവശത്ത് കണ്ണുകളടച്ച് ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു വൃദ്ധനെയും അവൻ കണ്ടു. അവൻ ആ വൃദ്ധന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, എന്റെ മനസ്സ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. ചിന്തകൾ കൊണ്ട് എനിക്കൊരു സമാധാനമില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് താങ്കൾക്ക് സാധിക്കുമോ? അദ്ദേഹം പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്കപ്പോൾ മനസ്സമാധാനമാണ് ആവശ്യം. ശരി, വരൂ, നിനക്ക് ഞാനൊരു ജോലി തരാം. അങ്ങനെ അദ്ദേഹം അവനെ ഗാർഡനിലേക്ക് വിളിച്ചിട്ട് അവന്റെ കയ്യിലൊരു ഗ്ലാസും കൊടുത്തു, അത് നിറച്ച് വെള്ളം കൊടുത്തു. എന്നിട്ട് അവനോട് അദ്ദേഹം പറഞ്ഞു, നീ ഈ ഗ്രാമത്തിന്റെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരണം. ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ ഒരു തുള്ളി പോലും തുളമ്പി താഴെ പോകരുതെന്ന്. വളരെ കൗതുകത്തോടെ അവൻ അദ്ദേഹത്തെ നോക്കിയിട്ട് ആ ഗ്ലാസ് വാങ്ങിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ അവൻ ആ ജോലി ഏറ്റെടുത്തു. അവൻ ആ ജോലി ഭംഗിയായി ചെയ്തു തീർക്കാനും ആഗ്രഹിച്ചു. അങ്ങനെ ആ ഗ്ലാസ് കയ്യിൽ പിടിച്ച് വളരെ ഭദ്രമായിട്ട് കെയർഫുള്ളോടുകൂടി അവൻ നടന്നു തുടങ്ങി. അവൻ പോയ വഴികൾ വളരെ ചെറുതായിരുന്നു. ആ റോഡിൽ നിറച്ച ആളുകളുണ്ടായിരുന്നു. ചിലർ നടക്കുന്നുണ്ടായിരുന്നു, ചിലർ ഓടുന്നുണ്ടായിരുന്നു, പട്ടികൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു, കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധ മുഴുവനും ആ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൽ മാത്രമായിരുന്നു. ആളുകൾ അവനെ അത്ഭുതത്തോടെ നോക്കിയെങ്കിലും ആരും അവനെ ശല്യം ചെയ്തില്ല. അവൻ എന്തോ പുതിയതായി പഠിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ഒടുവിൽ അവൻ ആ അപ്പൂപ്പന്റെ അടുത്ത് തിരിച്ചെത്തി സന്തോഷത്തോടുകൂടി പറഞ്ഞു, അപ്പൂപ്പ, ദേ നോക്ക്, ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോയിട്ടില്ല. ഐ ഡിഡ് ഇറ്റ് എന്ന്. വൃദ്ധനും സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ പോയ വഴിയിൽ കുട്ടികൾ കളിക്കുന്നത് നീ കണ്ടായിരുന്നോ? പട്ടികൾ കുരയ്ക്കുന്നത് നീ കേട്ടായിരുന്നോ എന്ന്. മാർക്കോ വളരെ അത്ഭുതത്തോടു കൂടി ഇത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ കേട്ടില്ല, ഞാനൊന്നും കണ്ടുമില്ല എന്ന്. വൃദ്ധൻ പിന്നെയും പുഞ്ചിരിയോടുകൂടി അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, യെസ്, ദാറ്റ് ഇസ് ദ സീക്രട്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒന്നിനെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് പ്രസന്റ് മൊമെന്റിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ കൺഫ്യൂഷനോ എക്സ്ട്രാ തോട്ട്സോ ഒന്നും തന്നെയില്ല. നീ ആ ഗ്ലാസ്സിലെ വെള്ളം മാത്രം ശ്രദ്ധിച്ചു പോയപ്പോൾ നിന്റെ മനസ്സ് ഭയങ്കര ക്വയറ്റായിരുന്നു. പാസ്റ്റിനെ കുറിച്ച് ഓർത്തുള്ള വേദനയോ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനോ ഒന്നും തന്നെ നിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പതിയെ മാർക്കോ തിരിച്ചറിഞ്ഞു, ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന സമാധാനം ഇതാണെന്ന്. അങ്ങനെ മാർക്കോ സ്വയം തിരിച്ചറിഞ്ഞ ശേഷം വൃദ്ധനോട് പറഞ്ഞു, അപ്പൂപ്പ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഈ നിമിഷത്തിൽ മാത്രം ജീവിച്ചാൽ മതിയെന്ന്. അതാണ് റിയൽ പീസ് എന്ന്. ഇത് കേട്ട വൃദ്ധൻ അവന്റെ മുതുകിൽ തട്ടി അവനെ അവിടെ നിന്ന് യാത്രയാക്കി. അങ്ങനെ മാർക്കോ പുതിയൊരാളായി വൃദ്ധന്റെ അടുത്ത് നിന്ന് ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു, പുതിയൊരാളായിട്ട്. ഇപ്പോൾ അവനറിയാം അവന്റെ മനസ്സിനെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും വെക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യാം.